Hi students, welcome to ASF Academy. I am Femin. Today we discuss pricing policy and types of pricing policy. Marketing management എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ് പ്രൈസിംഗ് പോളിസി. അതിൻ്റെ ടൈപ്സ് ഓഫ് പ്രൈസിംഗ് പോളിസി. അത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രൈസിംഗ് പോളിസി. പ്രൈസിംഗ് പോളിസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് എന്താണ് എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം പ്രൈസ് ഫിക്സ് ചെയ്യുക പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് വളരെ കോംപ്ലക്സാണ്. ബിക്കോസ് പ്രൈസ് ഒരിക്കലും കൂടാനും പാടില്ല, ഒരിക്കലും കുറയാനും പാടില്ല. പ്രൈസ് ഇഫ് ദ പ്രൈസ് ഈസ് ടു ഹൈ, അതായത് പ്രൈസ് കൂടുതലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മാർക്കറ്റിന് അവർ ഔട്ടായി പോകും. കാരണം കസ്റ്റമേഴ്സ് മേടിക്കില്ല. അതേപോലെ സപ്പോസ് പ്രൈസ് ഒരുപാട് ലോ ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവരുടെ കോസ്റ്റ് കവർ ആയില്ല, അവർക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും ആ കമ്പനിക്ക് ഒരിക്കലും സക്സസ് ആവാൻ കഴിയില്ല. സോ പ്രൈസിങ് ഡിസിഷൻ പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആൻഡ് ക്രൂഷ്യൽ ആണ്. അറ്റ് ദ ബിഗിനിങ് സ്റ്റേജിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിഗിനിങ്ങിലും ഫിക്സ് ചെയ്ത പ്രൈസ് ആവില്ല, എൻറ്റയർ ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്കറിയാം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോഡക്റ്റിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്. ഓരോ സ്റ്റേജിലും ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റിവൈസ് ചെയ്യേണ്ടി വരും, റീഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾക്ക് വരുന്ന ഒരുപാട് എക്സ്റ്റേണൽ കണ്ടീഷൻ, നമ്മളെ പ്രൈസിങ് ഫാക്ടേഴ്സ് ഇല്ലേ, ഡിമാൻഡ്, എക്കണോമിക് കണ്ടീഷൻ, ഗവൺമെൻറ് പോളിസീസ്, കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്പനി പ്രൈസ് റിവൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമുള്ളൂ ആ കമ്പനിക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയും. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനിയുടെ പ്രൈസിങ് എന്ന് പറയുന്നത്, അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രൈസിങ് പോളിസി പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് അത് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് ആണ് പോളിസീസ് എന്ന് പറയുന്നത്. ആസ് എ സെയിം പ്രൈസിങ് പോളിസി എന്ന് പറയുന്നതും ഒരു ജനറൽ ഫ്രെയിംവർക്കാണ്. എങ്ങനെ നമ്മൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഫ്രെയിംവർക്കാണ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ ആയിരിക്കും, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് എങ്ങനെ ആവണം, നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി, ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക്. പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുവഴി നമ്മളുടെ പ്രോഡക്റ്റ് നല്ലൊരു പ്രൈസ് കൊണ്ടുവരാനുള്ള ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്കാണ് നമ്മളെ പ്രൈസിങ് പോളിസീസ് തരുന്നത്. ഓക്കെ, അപ്പോൾ പോളിസി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഈ രണ്ട് പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് മീനിങ് പറഞ്ഞത്, പോളിസി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പോളിസി അല്ലെങ്കിൽ ജനറൽ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ദ പ്രൈസിങ് ഡിസിഷൻ ആർ ടേക്കൺ. ഓക്കെ, അപ്പം മീനിങ് പറയുന്നത് ഇത്രേ ഉള്ളൂ. നോർമൽ പോളിസി പറഞ്ഞാൽ എന്താ, ആസ് എ സെയിം പ്രൈസിങ് പോളിസി, ഒരു ഗൈഡ് ലൈൻസ് അക്കോർഡിംഗ് ടു അതിന്റെ ഡെഫിനിഷൻ നോക്കാം. പ്രൈസ് പോളിസീസ് പ്രൊവൈഡഡ്, ഈ പറഞ്ഞ പോലെ തന്നെ ഗൈഡ് ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈസിംഗ് പോളിസി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗൈഡ് ലൈൻസ് വിത്തിൻ വിച്ച് ദ പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റ്. പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ലൈക്ക് സൈക്കോളജിക്കൽ പ്രൈസിംഗ് ആവാം, ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് ആവാം, സ്കിമ്മിംഗ് പ്രൈസിംഗ് ആവാം, പെനിട്രേഷൻ പ്രൈസിംഗ് ആവാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫറെൻറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി നമ്മളൊരു വേറെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആണ് പ്രൈസിംഗ് പോളിസീസിൽ. നമ്മളെ പ്രൈസിംഗ് പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും, ആ കമ്പനിയുടെ സക്സസിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൈസിങ് സ്റ്റെബിലിറ്റി കൊണ്ട് സർവൈവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രൈസിംഗ് പോളിസിയിലുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രൈസിംഗ് പോളിസി പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ടൈപ്സ് ആണ്. These are the different types of pricing policy. Okay, എന്തൊക്കെ, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി ആൻഡ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. ഈ 4 ടൈപ്സിലാണ് പ്രൈസിംഗ് പോളിസീസിൽ. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ്. ഈ പോളിസി സെറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മളുടെ ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ബേസിലാണ് ഇവിടെ പ്രൈസിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ
നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡാണ്, പ്രൈസിങ് പോളിസിയാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ഇതിന്റെ അണ്ടറിൽ 4 മെത്തേഡ്സ് ഉണ്ട് പ്രൈസിങ് പോളിസി. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പോളിസി ഓഫ് സെറ്റിംഗ് പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റിന്റെ ബേസിൽ പ്രൈസ് സെറ്റ് ചെയ്യാനാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഇതിൽ അണ്ടറിൽ 4 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കാം. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഉണ്ട്, ടാർഗറ്റ് പ്രൈസിംഗ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്, കോസ്റ്റിന്റെ കൂടെ പ്ലസ് ചെയ്യാണ്. അപ്പൊ എന്താണ് നോക്കുക, വളരെ കോമൺ ആയിട്ട് നമ്മൾ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നമുക്കെല്ലാം പൊതുവെ അറിയുന്ന ഒരു പ്രൈസിംഗ് മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുക, പ്രൈസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ കൂടെ ആഡിങ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഈ ഒരൊറ്റ വേർഡ് ഈ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ആഡിങ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. നമ്മളെ കോസ്റ്റ് സപ്പോസ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ് ഒരു പ്രോഡക്റ്റിന് വന്ന കോസ്റ്റ് എന്ന് ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയാണ് അതിന്റെ കൂടെ 20 റുപ്പീസും കൂടി നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് 120 റുപ്പീസിന് നമുക്ക് സെയിൽ ചെയ്യാം. ദാറ്റ് ഈസ് ദ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അതിൽ ആഡ് ഓൺ ചെയ്യാണ് ആ കോസ്റ്റിന്റെ കൂടെ. അതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഓക്കെ, ഇതിലെന്ന് പറയുന്ന കോസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ലൈക്ക് വേരിയബിൾ, ഫിക്സ്ഡ്, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഇല്ലേ നമ്മളുടെ, ആ ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പെർട്ടിക്കുലർ കോസ്റ്റ് മാത്രമല്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ആണ് ടോട്ടൽ കോസ്റ്റിന്റെ, ആ പ്രൊഡക്ഷന് വരുന്ന അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എല്ലാ കോസ്റ്റും ആ കോസ്റ്റിന്റെ കൂടെയാണ് നമ്മൾ വരുന്ന പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇതിനെ നമുക്ക് വേറെ രീതി ഓൾസോ നോൺ ആസ് മാർജിനൽ പ്രൈസിങ്, ഫുൾ കോസ്റ്റ് പ്രൈസിങ് ആൻഡ് മാർക്കറ്റ് പ്രൈസിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, മാർജിനൽ പ്രൈസിങ്, ഫുൾ കോസ്റ്റ് പ്രൈസിങ് ആൻഡ് മാർക്കറ്റ് പ്രൈസിങ്. ഇത്രേ ഉള്ളൂ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്നുള്ളത്. നെക്സ്റ്റ് ടാർഗറ്റ് പ്രൈസിങ്. ടാർഗറ്റ് പ്രൈസിംഗിൽ അറിയുന്നത് എന്താണ്, ഇവിടെ ഈ അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആഡഡ്, ആ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും with a predetermined target rate of return on capital investment. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ഒരു എത്രയാണോ പ്രീഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺസ് ഉണ്ടാവും, അത് ആഡ് ഓൺ ചെയ്യുന്നതാണ് ഈ കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ സെയിൽസ്, അതിന് വേണ്ട ഫ്യൂച്ചർ കോസ്റ്റ്, ഇതെല്ലാം ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ബേസിസ് ദേ കാൽക്കുലേറ്റഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ബേസിസിലാണ് ഇവർ പ്രൈസിങ് ഡിസിഷൻ വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇല്ല ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഫുൾ കോസ്റ്റ് ആണ് അവിടെ എടുക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കുന്നത്. പക്ഷെ ഇതിലെന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് മാത്രം എടുക്കുന്നത്, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അണ്ടർ ദിസ് മെത്തേഡ് മാർജിനൽ പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർജിനൽ ഓർ വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ അല്ലെ വേരിയബിൾ കോസ്റ്റ്, നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റിന്റെ ബേസിസിലാണ് ഇവിടെ കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേരിയബിൾ കോസ്റ്റ് പ്രൈസിങ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ എന്താ പറഞ്ഞത്, നമ്മൾ ഫുൾ കോസ്റ്റ് ആണ് എടുക്കുന്നത്. എത്രയാണോ ടോട്ടൽ കോസ്റ്റ് അതിന്റെ കൂടെ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ മെത്തേഡിൽ എന്താ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന കോസ്റ്റിന്റെ കൂടെ പ്രീഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ഈ കേസിൽ പ്രീഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈ മൂന്നാമത്തെ കേസ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗിന്റെ കേസിൽ നമ്മൾ എന്തെടുക്കുന്നത്, വേരിയബിൾ കോസ്റ്റ് ആണ് എടുക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് ടോട്ടലി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേരിയബിൾ കോസ്റ്റിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ബേസിലാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആണ്, മൂന്നെണ്ണം മനസ്സിലായി. ഇനി ബാലൻസ് വൺ, ലാസ്റ്റ് വൺ എന്താ, ബ്രേക്ക് ഈവൻ പ്രൈസിങ്. എന്താണ് ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ഇല്ല പോയിന്റ്. ഓക്കെ, അതെല്ലാവർക്കും അറിയണല്ലേ എന്താണ് ബ്രേക്ക് ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല, ബ്രേക്ക് ഈവൻ പ്രൈസിംഗിന് നമ്മൾ എന്താ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത് പ്രൈസിങ്ങിന് വേണ്ടിയിട്ട്. ബ്രേക്ക് ഈവൻ അനാലിസിസ് നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് ദാറ്റ് ഈസ് എ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യുക എന്നുള്ള ആ ഒരു പോയിന്റിലാണ് ഇവർ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ,
Under this method, firm determine the price at which it will break even. എവിടെയാണോ ബ്രേക്ക് ഈവൻ ആവുന്നത്, ദാറ്റ് മീൻസ് ദ കോസ്റ്റ് കവർ ആവുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് കമ്പനി അവരുടെ പ്രൈസിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, കമ്പനി ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് മസ്റ്റ് ബി സോൾഡ് ടു ജനറേറ്റ് റവന്യൂ ടു കവർ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യാൻ എത്രയാണോ വേണ്ടത് സെയിൽ നടത്തേണ്ടത് ആ പോയിന്റ് ആണ് കമ്പനി ഡിറ്റർമൈൻ. സോ പ്രൈസസ് ഈസ് ഈക്വൽ ടു ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്താണോ അതായിരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഇറ്റ് ഈസ് എ പോയിന്റ് വിച്ച് ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റ് ആയിക്കാരത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ബ്രേക്ക് ഈവൻ പ്രൈസ്. 4 പ്രൈസിങ് പറഞ്ഞു, 4 വളരെ സിമ്പിൾ ആണ്. കോസ്റ്റിന്റെ ബേസ്, കോസ്റ്റ് വെച്ചിട്ട് മാത്രം നമ്മൾ നോക്കുന്ന പോയിന്റുകളാണ്. നെക്സ്റ്റ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗിലെ പ്രൈസ് ഫിക്സ് ചെയ്യണേ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അനുസരിച്ചിട്ടായിരുന്നു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഈസ് ദ ബേസിക് ഫാക്ടർ. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് there are two methods. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും ഒന്ന് പ്രീമിയം പ്രൈസിങ്. ഡിഫറൻഷ്യൽ പ്രൈസിങ് പറഞ്ഞാൽ എന്താ? അണ്ടർ ദിസ് മെത്തേഡ് സെയിം പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ടു ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് അറ്റ് ഡിഫറെന്റ് പീരിയഡ്സ്. ഒരേ പ്രോഡക്റ്റ് പല വിലയിൽ പല കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമ ടിക്കറ്റ് ചാർജ് ചെയ്യുന്ന ഡിഫറെന്റ് കാറ്റഗറി ഓഫ് സീറ്റ്സിനനുസരിച്ച് നമ്മൾ ഫിലിം ടിക്കറ്റ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ പ്രൈസിന് വേറെ വരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി ഓഫ് ഡിസ്കൗണ്ട് ഇൻ ദ ന്യൂ മാർക്കറ്റ്. ന്യൂ മാർക്കറ്റിൽ വരുന്ന പല ഡിസ്കൗണ്ടുകൾ, അതേപോലെ ഒക്കേഷണൽ ഡിസ്കൗണ്ട് വരുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പല സൂപ്പർ മാർക്കറ്റ് ലൈക്ക് ബിഗ് ബസാർ, മോർ, അവരൊക്കെ വീക്കെൻഡ് പ്രൈസിങ് ഒക്കെ വരുത്താറ്. ചിലപ്പോൾ വെനസ്ഡേ പ്രൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് പ്രൈസിങ് മെത്തേഡ്സ് കൊണ്ടുവരാറുണ്ട്. ലൈക്ക് വേറൊരു എക്സാമ്പിൾ പറയാ ഫ്ലൈറ്റ് ടിക്കറ്റ് പല സമയത്തും പല പ്രൈസ് ആണ് അവർ ഫിക്സ് ചെയ്യുക ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ട്. ആ ഒരു ടൈമിലെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രൈസിങ്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നതും പുറത്തു നിന്ന് ഇന്ത്യക്ക് വരുന്ന ആ ടൈമിലെ ഒക്കേഷൻ അനുസരിച്ചിട്ട് അവർ പ്രൈസിങ് ചേഞ്ച് ചെയ്യാറുണ്ട് ഫ്ലൈറ്റിന്റെ, ഇല്ലേ? അതൊക്കെ ഒരു ടൈപ്പിൽ ഡിഫറൻഷ്യൽ പ്രൈസിങ് ആണ്. റാൻഡം ഡിസ്കൗണ്ട്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിൽ വരുന്ന. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ക്രിമിനേറ്റീവ് പ്രൈസിങ് എന്ന് പറയും. പല ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ് പ്രൈസിങ്ങിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം പ്രൈസിങ്. പ്രീമിയം പ്രൈസിങ് അതായത് ഈ പ്രീമിയം പ്രൈസിങ് വന്നത് 1990s ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഹൈ പ്രൈസ് ആയിരിക്കാം വിത്ത് ഹൈ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും, ഇവരുടെ പ്രൈസും വളരെ കൂടുതലായിരിക്കും. ഈ പ്രീമിയം പ്രൈസിങ്ങിന് വി ആൾസോ നോൺ ആസ് പ്രസ്റ്റീജ് പ്രൈസിങ് എന്ന് പറയാറുണ്ട്. ഇവർക്ക് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും എങ്കിൽ കൂടി ദേ ഫിക്സ്ഡ് ഹയർ പ്രൈസ് ദം. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ കൂടി ഇവർ അഡ്വർടൈസ്മെന്റ് ബ്രാൻഡിങ് വഴിയൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം അതിന്റെ അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുത്ത് ഇവരുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യും. മറ്റു പ്രോഡക്റ്റിൽ നിന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിലും ആ പ്രോഡക്ട്സിൽ നിന്ന് ഇവരെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇവരെ ഹൈ പ്രൈസിങ്, ദാറ്റ് മീൻസ് ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് ആൾക്കാരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ഒരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഐഫോൺ പറയുന്ന ഫോണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരുപാട് ഫോൺസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. സ്മാർട്ട് ഫോൺസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ. പക്ഷെ ഐഫോൺ മേടിക്കുക പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് എ സ്റ്റാറ്റസ് സിമ്പിൾ അല്ലേ? ആൾക്കാരുടെ മനസ്സിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് അത്യാവശ്യം ഒരു സ്റ്റാറ്റസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പറയുമ്പോൾ ആ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഫങ്ഷൻസും മറ്റ് സ്മാർട്ട് ഫോൺസിലും ഉണ്ട്. സോ ഇവിടെ ഒരു പ്രൈസിങ് എന്ന് പറയുന്ന ഹൈ പ്രൈസിങ് വിത്ത് ഹൈ ക്വാളിറ്റി ആയിക്കാരം. ഓക്കെ, ദാറ്റ് ഈസ് പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് മെത്തേഡ് ബേസ്ഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് നേരത്തെ 2 പ്രൈസിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫിക്സ് ചെയ്യുന്ന കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിങ്ങിന് അനുസരിച്ചിട്ടാണ്.
ഓക്കെ, ഫസ്റ്റ് കേസ് നമ്മൾ കോസ്റ്റ്, സെക്കൻഡ് കേസ് ഡിമാൻഡ് നോക്കി. ഇവിടെ ഫിക്സ് ചെയ്യുന്ന കോമ്പറ്റേറ്റേഴ്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതിനോട് സിമിലർ ആയിട്ടായിരിക്കും ഇവരെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാക്ട് കോമ്പറ്റേറ്റർ എത്രയാണോ പ്രൈസ് കൊടുക്കണത് എന്നല്ല. കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയും. കമ്പനി പ്രോഡക്റ്റ് എന്നതിന്റെ പ്രൈസ് വിൽ ബി ഹയർ ഓർ ലോവർ ദാൻ ദ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ്. ഓക്കെ, ഇതിന്റെ അണ്ടറിൽ 3 മെത്തേഡ് ആണ്. ഗോയിങ് റൈറ്റ് പ്രൈസിങ്, കസ്റ്റമറി പ്രൈസിങ് ആൻഡ് സീൽഡ് ബിഡ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം, ഗോയിങ് റൈറ്റ് പ്രൈസിങ്. ഈ ഗോയിങ് റൈറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത് ഈ മെത്തേഡിൽ ചാർജിങ് പ്രൈസ് അക്കോർഡിംഗ് ടു ദ കോമ്പറ്റേറ്റേഴ്സ് ആർ ചാർജ്ഡ്. എങ്ങനെയാണ് ഫേം ആക്സെപ്റ്റ് ചെയ്യാണ് പ്രൈസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ എത്രയാണോ പ്രൈസ് കിടക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാണ് ഫേം ചെയ്യുന്നത്. കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസ് എന്താണോ ആ പ്രൈസിൽ ചാർജ് ചെയ്യാം. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എപ്പോഴും ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും, ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയിരിക്കും. സോ ഒരു പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള കോമ്പറ്റേറ്റേഴ്സ് എല്ലാം ക്ലോസ്ലി ഇതായിരിക്കും, മീറ്റ് ചെയ്യുന്നതായിരിക്കും കോമ്പറ്റേറ്റേഴ്സ്. സോ അതിൽ വരുന്ന പ്രൈസ് എന്താ, ആ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യണം. സോ ഈ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ ആക്സെപ്റ്റൻസ് പ്രൈസിങ് എന്നും മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഗോയിങ് റൈറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്താണോ പ്രൈസ് പോകുന്നത് ആ പ്രൈസ് വന്ന പ്രോഡക്റ്റ്. സോ ഫസ്റ്റ് ഇപ്പോൾ പുതുതായി ഒരു കമ്പനി പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാർക്കറ്റില്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് അതിനെ ഹോമോജിയസ് പ്രോഡക്റ്റ് ആയിരിക്കാനും, കാരണം അതേപോലത്തെ ഒരുപാട് പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ പ്രൈസ് ഇവരും ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് കസ്റ്റമറി പ്രൈസിങ്. കസ്റ്റമറി പ്രൈസിങ് പറഞ്ഞാൽ പ്രൈസ് ആർ ഫിക്സ്ഡ് ബൈ കസ്റ്റം ഓർ ട്രഡീഷൻ. കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷന്റെ ബേസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഈ പ്രൈസ് എന്ന് ഫിക്സ് ചെയ്യുന്നത് പ്രിവെയിലിംഗ് ഓവർ എ ലോങ് പീരിയഡ് ആ സെയിം പ്രൈസ് ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു നോർമലി നമ്മുടെ നാടുകളിലാണ് ടീ, കോഫി, അതിൻ്റെയൊക്കെ പ്രൈസ് കാലങ്ങളായിട്ട് ഒരേ പ്രൈസ് ആയിരിക്കും. കാരണം ആ പ്രൈസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോസ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നാൽ മാത്രമേ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് മാറുള്ളൂ. അല്ലെങ്കിൽ കുറെ ലോങ് പീരിയഡ്ക്ക് സെയിം പ്രൈസ് ആയിരിക്കും. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ടി, 5 സ്റ്റാർ, ദേ ആർ ഫിക്സ് സെയിം പ്രൈസ്. നമുക്ക് കുറെ കാലങ്ങളായി ഫ്രൂട്ടി 5 സ്റ്റാർ 10 rupees 5 rupees ഇല്ലാതെ. അപ്പൊ അതേപോലെയുള്ള സിമിലർ പ്രോഡക്ട്സ് വരുമ്പോൾ ഓൾമോസ്റ്റ് അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ കസ്റ്റമറി പ്രൈസിങ്. ഓക്കെ, അവിടെ പ്രൈസ് എന്ന് പറയുന്നത് പ്രിവെയിലിംഗ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. നെക്സ്റ്റ് സീൽഡ് ബിഡ് പ്രൈസിങ്, തേർഡ് വൺ. സീൽഡ് ബിഡ് പ്രൈസിങ് ആണ് ഫേം ഫിക്സ്ഡ് ഈസ് പ്രൈസ് ഓൺ ഹൗ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് ദയർ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരിക്കലും കോസ്റ്റിനോ ഡിമാൻഡോ അല്ല കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് കൺസിഡർ. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മളെ പല കോൺട്രാക്ട്സ് ജോബ്സ് ഒക്കെ ഈ സീൽഡ് ബിഡിന്റെ ബേസിലായിരിക്കും നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതായത് ആരാണോ ഏറ്റവും കുറവ് കോമ്പറ്റേറ്റേഴ്സിനെക്കാട്ടിലും ഏറ്റവും കുറവ് പ്രൈസ് കോട്ട് ചെയ്തിരിക്കണേ അവർക്കായിരിക്കും ആ കോൺട്രാക്ട് വിൻ ചെയ്യാം. നമുക്ക് ഒരുപാട് കൊട്ടേഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യില്ലേ, അവിടെ പല കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും, അതിൽ ആരാണോ ഏറ്റവും കുറവ് എമൗണ്ടിൽ സീൽ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ബിഡിനെ, ദാറ്റ് ഈസ് ആ കോൺട്രാക്റ്റിനെ, അപ്പൊ അവർക്ക് ആ കോൺട്രാക്ട് വിൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് സീൽഡ് ബിഡ് പ്രൈസിങ് എന്ന് പറയും. കൂടുതൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, these are the 3 pricing method under competition based pricing: going right pricing, customary pricing and sealed bid pricing. ഈ മെത്തേഡിൽ ലാസ്റ്റ് മെത്തേഡ് ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഈ മെത്തേഡിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ്, കോസ്റ്റ്, കസ്റ്റമേഴ്സ് ഇതൊക്കെ ആയിരുന്നു അവിടെ വരുന്ന ഫാക്ടേഴ്സ് എങ്കിൽ ഈ ഒരു മെത്തേഡിൽ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്, ഈ നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന് എങ്ങനെ കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിൽ വരുന്ന പ്രൈസിങ് ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എങ്ങനെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ അണ്ടറിൽ 2 മെത്തേഡ്സ് ഉണ്ട്. പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ് ഉണ്ട്, വാല്യൂ ഫോർ മണി പ്രൈസിങ് ഉണ്ട്. ഓക്കെ, ഈ പെർസീവ്ഡ് വാല്യൂ ഇവിടെ പ്രൈസിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെ കോസ്റ്റിനല്ല, അവരുടെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതാണ് വാല്യൂ പെർസീവ്ഡ് ബൈ ദ ബയർ ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന കസ്റ്റമറിന് അല്ലെ
യൂസ് ചെയ്യുന്ന കൺസ്യൂമറിന് എങ്ങനെയാണ് വാല്യൂ പെർസീവ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസിങ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പെയിന്റിങ്ങിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ ക്യാൻവാസിന്റോ അല്ലെങ്കിൽ അതിന് വേണ്ട പെയിന്റിന്റോ പ്രൈസ് ആയിരിക്കില്ല എപ്പോഴും. അവിടെ പെർസീവ് മേടിക്കുന്ന അല്ലെ കാണുന്ന ആ വ്യക്തിയുടെ പെർസീവിങ് വാല്യൂവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രൈസിങ്. അവിടെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ വിച്ച് കൺസ്യൂമേഴ്സ് ഗെറ്റ് ഫ്രം ദ പ്രോഡക്റ്റ് ദേ ബൈ ചെയ്യുന്ന ടൈമിൽ കൺസ്യൂമേഴ്സിന് എന്താണോ കിട്ടുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസിങ് വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ 2 മെത്തേഡ്സ് അണ്ടർ ദ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂവിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് പ്രൈസിങ് പോളിസീസും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസ് ആയിരുന്നു. ഡിമാൻഡ്, കോസ്റ്റ്, കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് വാല്യൂസ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിങ് സ്ട്രാറ്റജീസ് നോക്കണം. അത് വേറൊരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.